പണം. നമ്മളൊക്കെ ജീവിതത്തിൽ പിന്തുടരുന്ന ഒന്നാണത്. ഒരാൾക്കത് സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള പാലമാണ്. മറ്റൊരാൾക്ക് അത് സുരക്ഷയും മാന്യതയും നൽകുന്ന ഉറപ്പാണ്. പക്ഷേ പണമുണ്ടാക്കുന്നത് മാത്രം മതി എന്ന് കരുതുന്നത് ഒരു വലിയ തെറ്റാണ്. അതിനെ നിലനിർത്താൻ, വളർത്താൻ, ആത്മശാന്തിയോടെ ഉപയോഗിക്കാൻ കഴിയുന്ന മനസ്സില്ലെങ്കിൽ പണം നിമിഷങ്ങൾക്കുള്ളിൽ നമ്മെ നഷ്ടപ്പെടുത്തും. ദ സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകം പണത്തെക്കുറിച്ചുള്ള പുസ്തകം മാത്രമല്ല, അത് മനുഷ്യന്റെ മനസ്സിനെക്കുറിച്ചുള്ള പുസ്തകമാണ്. പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതല്ല ഇവിടെ പറയുന്നത്. മനസ്സ് പണത്തെ എങ്ങനെ കാണുന്നു, അനുഭവിക്കുന്നു, പ്രതികരിക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ആത്മാവ്. എഴുത്തുകാരൻ മോർഗൻ ഹൗസൽ നമ്മളോട് പറയുന്നത്, ധനികനാകാൻ വലിയ ബുദ്ധിശക്തി വേണ്ട, വേണ്ടത് ശാന്തമായ മനസ്സും ക്ഷമയും ശാസ്ത്രീയമായ ചിന്തയുമാണ്. പണവുമായി ബന്ധമുള്ള ഭൂരിഭാഗം തീരുമാനങ്ങൾ നമുക്ക് യുക്തിയാലല്ല, ഭാവനയാലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചിലർ കോടികൾ സമ്പാദിച്ചിട്ടും മനസ്സിൽ ശൂന്യത അനുഭവിക്കുന്നത്. മറ്റൊരാൾ വളരെ കുറച്ച് വരുമാനത്തോടുകൂടിയും സംതൃപ്തനായി ജീവിക്കുന്നത്. ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, പണത്തിൻ്റെ ഭാഷ പഠിക്കാൻ മുമ്പ് സ്വന്തം മനസ്സിൻ്റെ ഭാഷ മനസ്സിലാക്കണം എന്നതാണ്. നിങ്ങൾക്ക് എത്രയോ പണമുണ്ടെങ്കിലും അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന മനസ്സില്ലെങ്കിൽ പണം നിങ്ങളെ നിയന്ത്രിക്കും. ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ധനകാര്യ തീരുമാനങ്ങൾ നമ്മുടേതായ അനുഭവങ്ങളുടെയും ഓർമ്മകളുടെയും ഫലമാണ്. നിങ്ങളുടെ ബാല്യം എങ്ങനെയായിരുന്നുവോ, നിങ്ങൾ കണ്ട ധനസമ്പത്ത്, ദാരിദ്ര്യം, ഭയം, ഇതെല്ലാം ചേർന്നാണ് നിങ്ങൾ ഇന്ന് പണത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോർഗൻ ഹൗസിൽ പറയുന്നത്, നോ വൺസ് ക്രേസി, ആരും ഭ്രാന്തന്മാരല്ല. ഓരോരുത്തരും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത്. ആരുടെയും പണവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പൂർണ്ണമായി തെറ്റല്ല, അത് അവരുടെ ജീവിതത്തിന്റെ പ്രതിഫലനമാണ്. ഈ ഓഡിയോ ബുക്ക് സംഗ്രഹത്തിലൂടെ നിങ്ങൾ പണത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ കാണും. സമ്പത്ത് എന്നത് എത്ര പണമുണ്ടെന്നതല്ല, എത്ര ശാന്തതയോടും നിയന്ത്രണത്തോടും അത് കൈകാര്യം ചെയ്യാം എന്നതാണ് യഥാർത്ഥ സമ്പത്ത്. അതുകൊണ്ട് ഈ ബുക്ക് പണത്തെക്കുറിച്ചു മാത്രമല്ല, ജീവിതത്തെ, ചിന്തയെ, മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചുള്ളതാണ്. നിങ്ങളുടെ ധനകാര്യ ചിന്തകളെ മാത്രമല്ല, നിങ്ങളുടെ മനോഭാവത്തെയും ഈ പുസ്തകം മാറ്റിമറിക്കും. ഈ യാത്രയുടെ തുടക്കത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. മനസ്സിൻ്റെയും പണത്തിൻ്റെയും ആഴത്തിലുള്ള ബന്ധം മനസ്സിലാക്കാൻ തയ്യാറാവൂ. സ്വാഗതം വിസ്ഡം വോയിസസിലേക്ക്. ഇത് ദ സൈക്കോളജി ഓഫ് മണി, പണത്തിൻ്റെ മനഃശാസ്ത്രം. പണത്തെക്കുറിച്ചുള്ളതല്ല, നമ്മെക്കുറിച്ചുള്ള ഒരു പുസ്തകം. ഇനി തുടങ്ങാം. ദ സൈക്കോളജി ഓഫ് മണിൻ്റെ ആദ്യ അധ്യായം, നോ വൺസ് ക്രേസി. ഈ അധ്യായം നമ്മളോട് പറയുന്നത് വളരെ ലളിതമായ പക്ഷേ അത്ര തന്നെ ശക്തമായ ഒരു സത്യമാണ്. പണത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് ശരിയാണോ തെറ്റാണോ എന്ന് ആരും പറയാനാവില്ല. കാരണം ഓരോരുത്തർക്കും അവരുടെ അനുഭവങ്ങളും ഭയങ്ങളും സ്വപ്നങ്ങളും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പണത്തെക്കുറിച്ച് ആരും ഭ്രാന്തന്മാരല്ല. ഓരോ മനുഷ്യൻ്റെയും പണത്തോടുള്ള ബന്ധം അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് രൂപപ്പെടുന്നത്. ഉദാഹരണത്തിന്, 1950കളിൽ വളർന്ന ഒരാൾക്ക് പണമെന്നത് സുരക്ഷയും ഭക്ഷണവുമായിരിക്കും. അതേസമയം 2000ൽ ജനിച്ച ഒരാൾക്ക് പണം സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വപ്നങ്ങളുടെയും ചിഹ്നമാണ്. ഇരുവരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്, പക്ഷേ രണ്ടും ശരിയാണ്. എഴുത്തുകാരൻ പറയുന്നത്, നമ്മൾ എങ്ങനെ പണത്തെ കാണുന്നു എന്നത് നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ നിർണ്ണയിക്കുന്നു. നിങ്ങൾ ബാല്യത്തിൽ ദാരിദ്ര്യം കണ്ടിട്ടുണ്ടെങ്കിൽ പണം നഷ്ടപ്പെടുമെന്ന ഭയം നിങ്ങളുടെ മനസ്സിൽ ആഴത്തിലിരിക്കും. നിങ്ങൾ സമ്പന്നമായ കുടുംബത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ
പണമെന്നത് സാധാരണമായതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരേ നിക്ഷേപ അവസരത്തെ രണ്ടാളുകൾ രണ്ട് വിധത്തിൽ കാണുന്നത്. പണം യുക്തിയാൽ മാത്രമല്ല, അനുഭവങ്ങളാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. അതിനാൽ ആരുടെയും ധനകാര്യ തീരുമാനത്തെ ന്യായീകരിക്കാനോ കുറ്റപ്പെടുത്താനോ നമുക്ക് അവകാശമില്ല. ചിലർ എളുപ്പത്തിൽ റിസ്ക് എടുക്കും. അവർക്ക് നഷ്ടപ്പെട്ടാൽ പോലും തിരിച്ചെത്താമെന്ന ആത്മവിശ്വാസമുണ്ട്. ചിലർ അതേ അവസരം ഭയന്നും വെടിഞ്ഞും പോകും. കാരണം അവരൊരിക്കൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ രണ്ട് തീരുമാനങ്ങളും മനസ്സിൽ നിന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹൗസൽ പറയുന്നത്, നോ വൺസ് ക്രേസി. നിങ്ങൾ കാണുന്ന ധനകാര്യ പെരുമാറ്റം ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. അതിൽ വിധി എഴുതാനല്ല, മനസ്സിലാക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളെല്ലാവരും വ്യത്യസ്ത സാമ്പത്തിക കാലഘട്ടങ്ങളിൽ ജീവിക്കുന്നു. ഒരാൾ 2008 വിപണി വീഴ്ചയെ നേരിട്ടിട്ടുണ്ടാകും, മറ്റൊരാൾ അത് കേട്ടിട്ടുപോലുമില്ല. അതുകൊണ്ട് രണ്ടുപേരുടെയും നിക്ഷേപ ഭയം ഒരുപോലെയാകില്ല. അതുപോലെ തന്നെ ചിലർ പണം സുരക്ഷയ്ക്കായി സംരക്ഷിക്കും, മറ്റൊരാൾ പണം ആസ്വദിക്കാൻ ചെലവഴിക്കും. രണ്ടും തെറ്റല്ല, രണ്ടും അവരുടെ അനുഭവങ്ങളുടെ ഫലമാണ്. നമ്മൾ എല്ലാവരും നമ്മുടെ സ്വന്തം കഥകളുടെ ഫലമാണ്. പണവുമായി ബന്ധപ്പെട്ടു നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും ആ കഥകളിൽ നിന്നാണ് ജനിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ വിമർശിക്കാതെ അവരുടെ കഥയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതാണ് ഈ അധ്യായം നമ്മോട് പറയുന്നത്. പണത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം തുടങ്ങുന്നത് സഹാനുഭൂതിയിലാണ്. മറ്റൊരാളുടെ അനുഭവത്തെ മനസ്സിലാക്കുക എന്നത് പണത്തെ മനസ്സിലാക്കാനുള്ള ആദ്യ പടിയാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ മറ്റൊരാളുടെ ധനകാര്യ തീരുമാനത്തെ നോക്കി വിചാരിക്കുമ്പോൾ അവൻ എന്തിനങ്ങനെ ചെയ്തു എന്നല്ല ചോദിക്കേണ്ടത്, അവൻ എന്താണ് അനുഭവിച്ചത് എന്നതാണ് ചോദിക്കേണ്ടത്. ഈ ബോധം നമ്മെ ധനികരാക്കില്ല, പക്ഷേ ബുദ്ധിമാന്മാരാക്കും. പണത്തെപ്പറ്റിയുള്ള സഹാനുഭൂതി നമ്മെ കൂടുതൽ ശാന്തരാക്കും, കൂടുതൽ ശക്തരാക്കും. ഇതാണ് നോ വൺസ് ക്രേസി പറയുന്നത്. പണം യുക്തിയല്ല, മനസ്സാണ് നിയന്ത്രിക്കുന്നത്. അതിനെ മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ പണത്തോടുള്ള ബന്ധം മാറ്റിമറിക്കും. മുന്നോട്ടു പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പ്. ശബ്ദത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം, അത് അവഗണിക്കൂ. കാരണം ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റാൻ കഴിയുന്ന ആശയങ്ങളാണ്. ചാപ്റ്റർ 2 ലക്ക് ആൻഡ് റിസ്ക്. ഭാഗ്യവും അപകടവും വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും പിന്നിൽ നാം കരുതുന്നതിലും വലിയൊരു ഘടകമുണ്ട്. ഭാഗ്യവും അപായവും, അല്ലെങ്കിൽ ലക്ക് ആൻഡ് റിസ്ക്. മോർഗൻ ഹൗസൽ പറയുന്നത് ജീവിതം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനു പകരം അതിൻ്റെ അനിശ്ചിതത്വം മനസ്സിലാക്കണമെന്നാണ്. നമുക്ക് എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണ്, വിജയിക്കുക. പക്ഷേ പലപ്പോഴും വിജയിക്കുന്നവരുടെയും പരാജയപ്പെടുന്നവരുടെയും ഇടയിൽ ചെറിയൊരു വ്യത്യാസം മാത്രം. ആ ചെറിയ വ്യത്യാസം തന്നെ ഭാഗ്യം അല്ലെങ്കിൽ അപായമായിരിക്കും. ബിൽ ഗേറ്റ്സിൻ്റെ ജീവിതം അതിന് ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ധനികരിലൊരാളായെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെയും അപായത്തിൻ്റെയും പങ്ക് വലുതാണ്. 1960കളിൽ ഗേറ്റ്സ് പഠിച്ച ലേക്ക് സൈഡ് ഹൈസ്കൂൾ എന്ന സ്കൂളിൽ ആ കാലത്ത് തന്നെ കമ്പ്യൂട്ടർ ലഭ്യമായിരുന്നു. അതൊരു അത്ഭുതം പോലെ തന്നെ. മറ്റേതെങ്കിലും സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ അവന് ആ അവസരം ലഭിക്കുമായിരുന്നില്ല. ഇത് ഭാഗ്യമായിരുന്നു. ബിൽ ഗേറ്റ്സിൻ്റെ കൂടെ പഠിച്ചിരുന്ന കെന്റ് എവൻസ് ഗേറ്റ്സിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും അതേ സ്വപ്നം പങ്കിട്ട പ്രതിഭയുമായിരുന്നു. ഇരുവരും ചേർന്ന് ഭാവിയിൽ വലിയ കമ്പനി തുടങ്ങാനും
ലോകത്തെ മാറ്റാനും സ്വപ്നം കണ്ടു. പക്ഷേ ഹൈസ്കൂൾ അവസാനിക്കാനിരിക്കെ കെന്റ് ഒരു അപകടത്തിൽ മരിച്ചു. ഒരു നിമിഷം കൊണ്ട് ഗേറ്റ്സിന്റെ ജീവിതം മാറി. അവിടെ നിന്നാണ് ഗേറ്റ്സ് ജീവിതത്തിലെ അപായത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ചിലപ്പോൾ കഴിവിനേക്കാൾ ഭാഗ്യവും അപകടവും നമ്മുടെ വഴിയെ തീരുമാനിക്കുന്നു. മോർഗൻ ഹൗസൽ ഇത് വഴി പറയുന്നത് ജീവിതം എപ്പോഴും നമ്മൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരുപാട് ഘടകങ്ങളുടെ ചേരുവയാണ്. അതിനാൽ മറ്റുള്ളവരുടെ വിജയത്തെയും പരാജയത്തെയും വളരെ വേഗത്തിൽ വിധിക്കരുത്. നമ്മൾ കാണാത്ത ഭാഗ്യത്തിൻ്റെ പങ്ക് എത്ര വലുതാണെന്നത് ഓരോ വിജയത്തിനും പിന്നിലുണ്ട്. ശരി, ഇനി നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് കടക്കാം. ചാപ്റ്റർ 3, നെവർ എനഫ്. എപ്പോഴും കൂടുതൽ വേണം. ചിലർക്ക് എത്ര പണമുണ്ടായാലും മതിയാകില്ല. അവർക്ക് എന്നും കുറവാണ് തോന്നുക. അതാണ് നെവർ എനഫ് എന്ന അധ്യായത്തിൻ്റെ ഹൃദയം. മോർഗൻ ഹൗസൽ ഇവിടെ പറയുന്ന കഥ പ്രശസ്തമായ ഇൻവെസ്റ്റർ രാജത് ഗുപ്ത എന്ന വ്യക്തിയുടേതാണ്. മികച്ച വിദ്യാഭ്യാസം, ഉജ്ജ്വല കരിയർ, അനന്തമായ സമ്പത്ത് എല്ലാം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം കൂടുതൽ ആഗ്രഹിച്ചു. അവൻ്റെ ജീവിതം ഒരു ഉദാഹരണമാണ്. മതി എന്ന് പറയാൻ പറ്റാത്ത ആഗ്രഹം. എങ്ങനെ ഒരു ആഗ്രഹം എങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതം തകർക്കുന്നു എന്ന്. പണമുണ്ടാക്കുന്നത് ഇറ്റ്സെൽഫ് ഒരു ലക്ഷ്യമല്ല, അതൊരു ഉപാധിയാണ്. പക്ഷേ പലരും അതിനെ ജീവിതത്തിൻ്റെ മുഴുവൻ അർത്ഥമാക്കുന്നു. അതുതന്നെയാണ് അപകടം. നിങ്ങൾക്ക് ആവശ്യമായതിലധികം വേണമെന്ന ആഗ്രഹം ഒരിക്കൽ നിങ്ങളുടെ സമാധാനം പോലും മോഷ്ടിക്കും. ഹൗസൽ പറയുന്നു, വെൽത്ത് ഈസ് വാട്ട് യു ഡോണ്ട് സീ. അഥവാ സമ്പത്ത് എന്നത് മറ്റുള്ളവർ കാണുന്നതല്ല, നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതും ചെലവാക്കാത്തതുമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മെ പലപ്പോഴും ഇനിയും വേണം എന്ന ചിന്തയിലേക്ക് തള്ളും. പക്ഷേ യഥാർത്ഥ ബുദ്ധി എന്തെന്നാൽ എപ്പോഴാണ് മതി എന്ന് പറയേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതാണ്. താങ്കളുടെ ലക്ഷ്യം നിങ്ങളുടെ ജീവിത മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് തിരിച്ചറിയുക. കാരണം സന്തോഷം എന്നത് കൂടുതൽ പണമുണ്ടാക്കുന്നതിലല്ല, നിങ്ങളുടെ ഉള്ളിലെ സമാധാനം നിലനിർത്തുന്നതിലാണ്. മോർഗൻ ഹൗസൽ ഈ അധ്യായം വഴി പറയുന്നത് വളരുക നല്ലതാണ്, പക്ഷേ അളവിനപ്പുറത്ത് വളരാൻ ശ്രമിക്കരുത്. അതായത് സമ്പത്ത് വേണം, പക്ഷേ നിയന്ത്രണം അതിലും വേണം. ഇനി നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് കടക്കാം. പണം, സന്തോഷം, സമാധാനം എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം അന്വേഷിക്കാം. ചാപ്റ്റർ 4, കൺഫൗണ്ടിങ് ആൻഡ് കമ്പൗണ്ടിങ്. ചെറിയ കാര്യങ്ങളുടെ ശക്തി. പലർക്കും പണമുണ്ടാക്കാൻ എങ്ങനെ തുടങ്ങണമെന്നറിയാം, പക്ഷേ അതിനെ വളർത്തുന്നത് എങ്ങനെയെന്നറിയില്ല. അതാണ് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. ചെറിയ കാര്യങ്ങളുടെ അത്ഭുത ശക്തി. മോർഗൻ ഹൗസൽ ഇവിടെ പറയുന്ന ഏറ്റവും പ്രചോദനമായ ഉദാഹരണം വാരൻ ബഫറ്റിൻ്റേതാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നരിലൊരാളായ ബഫറ്റ് തൻ്റെ സമ്പത്തിൻ്റെ 99% 65-ാം വയസ്സിന് ശേഷം സമ്പാദിച്ചു. അതായത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി കാലമായിരുന്നു. ചെറിയ ലാഭങ്ങൾ വർഷങ്ങളോളം കൂട്ടിച്ചേർന്നപ്പോൾ അതൊരു വൻ സമ്പത്തായി വളർന്നു. പലരും പണം നിക്ഷേപിക്കുമ്പോൾ വലിയ ലാഭം വേഗം വേണം എന്ന ചിന്തയിലാണ്. പക്ഷേ യഥാർത്ഥ വളർച്ച ക്ഷമയോടെയും സമയത്തോടെയും മാത്രമേ ഉണ്ടാകൂ. ഒരു വിത്ത് നട്ടാൽ അത് ഉടനെ മരമാകില്ല. അതുപോലെ തന്നെ പണവും സമയം കൊണ്ടാണ് വളരുന്നത്. മോർഗൻ ഹൗസൽ പറയുന്നത് വളരെ ലളിതമാണ്. ബുദ്ധിയേക്കാൾ വില പിടിച്ചതാണ് സ്ഥിരതയും ക്ഷമയും. ഇന്ന് നട്ടൊരു നല്ല ശീലം വർഷങ്ങൾക്ക് ശേഷം അത്ഭുതകരമായ ഫലങ്ങൾ നൽകും. ചെറിയ ശീലങ്ങൾ, ചെറിയ ലാഭങ്ങൾ, ചെറിയ തീരുമാനങ്ങൾ
ഇവയൊക്കെ ഒരുമിച്ച് ജീവിതത്തെ മാറ്റിമറിക്കും. ഇന്നൊന്ന് മാറ്റിയാൽ അതിൻ്റെ ഫലം നാളെയല്ല കാണുക, പക്ഷേ 10 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയും. അതിനാൽ ധനികനാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പാഠമിതാണ്: വേഗം നേടാനുള്ള ശ്രമം വേണ്ട, സ്ഥിരതയും ദീർഘകാല ദിശയും മതിയാകും. കാലം തന്നെയാണ് ഏറ്റവും വലിയ കൂട്ടാളി. ഇനി നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് കടക്കാം. പണം നേടുന്നത് പോലെ അതിനെ സംരക്ഷിക്കുന്നതും എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാം. ഭാഗം 5: സമ്പത്തുണ്ടാക്കൽ വേഴ്സസ് സംരക്ഷിക്കൽ. ഗെറ്റിംഗ് വെൽത്തി വേഴ്സസ് സ്റ്റേയിങ് വെൽത്തി. പണം സമ്പാദിക്കുന്നത് ഒരു കഴിവാണ്, പക്ഷേ ആ സമ്പത്ത് നിലനിർത്തുന്നത് ഒരു കലയാണ്. മോർഗൻ ഹൗസൽ പറയുന്നത് പോലെ, നീ എത്ര ബുദ്ധിമാനാണെന്നതല്ല പ്രധാനം, നീ എത്ര കാലം പണം കൈവശം വെച്ചു നിൽക്കുമെന്നതാണ് നിർണായകം. സമ്പത്തുണ്ടാക്കാൻ ധൈര്യവും റിസ്ക് എടുക്കാനുള്ള മനസ്സും ആവശ്യമാണ്. പക്ഷേ സമ്പത്ത് സംരക്ഷീയമാണ്. പക്ഷേ സമ്പത്ത് സംരക്ഷിക്കാൻ അതിലുമധികം വേണം: വിനയം, ഭയം, സംശയം. വിനയം നിനക്കെല്ലാം അറിയില്ലെന്ന് സമ്മതിക്കാൻ സഹായിക്കുന്നു. ഭയം നഷ്ടങ്ങൾ സംഭവിക്കാം എന്ന ബോധം നൽകുന്നു. സംശയം അനാവശ്യമായ റിസ്കുകൾ ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുന്നു. ധൈര്യം പണം സമ്പാദിക്കാൻ സഹായിക്കും, പക്ഷേ വിനയം, ഭയം, സംശയം അതിനെ നിലനിർത്താൻ സഹായിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, താൻ അറിയാത്ത കാര്യങ്ങൾ ഇപ്പോഴും അനവധി ഉണ്ടെന്ന് സമ്മതിക്കുക. അതാണ് സമ്പത്ത് സംരക്ഷിക്കാനുള്ള ആദ്യ പാഠം. വാരൻ ബഫറ്റ് പറഞ്ഞിട്ടുണ്ട്, നീ ടേബിളിൽ നിന്ന് എഴുന്നേൽക്കാത്തതുവരെ നീ വിജയിയാണ്. അതായത് പണത്തിൻ്റെ കളിയിൽ തുടർന്ന് നിൽക്കുക തന്നെ വിജയത്തിൻ്റെ അടയാളം. ഒരിക്കൽ മാത്രം ചെയ്ത ഒരു പിഴവ് പോലും ജീവിതകാല സമ്പത്ത് നഷ്ടമാക്കാൻ മതിയാകും. മോർഗൻ ഹൗസൽ പറയുന്നു, സമ്പത്തുണ്ടാക്കാൻ ആശാവാദം അല്ലെങ്കിൽ ഓപ്റ്റിമൈസം വേണം, പക്ഷേ അത് നിലനിർത്താൻ ജാഗ്രതയും സംശയബോധവും അല്ലെങ്കിൽ പെസിമിസം വേണം. അതാണ് ജീവിത സത്യം. ഭാവിയിലേക്കുള്ള പ്രതീക്ഷയും സ്വയം സംരക്ഷിക്കാനുള്ള ബുദ്ധിയും ഒരുപോലെ അനിവാര്യമാണ്. പണം സമ്പാദിക്കാൻ ധൈര്യം സഹായിക്കും, പക്ഷേ അത് നിലനിർത്താൻ അവകാശബോധവും വിനയവുമാണ് നിങ്ങളെ രക്ഷിക്കുക. അമിതവിശ്വാസം സമ്പത്തിനെ അപകടത്തിലാക്കും. അതുകൊണ്ട് മിതമായ സമീപനം നിലനിർത്തുക അത്യാവശ്യമാണ്. സത്യത്തിൽ പണം നിലനിർത്തുക എന്നത് അമിതമായ ആത്മവിശ്വാസത്തിൽ വീഴാതെ തൻ്റെ പരിമിതികൾ തിരിച്ചറിയാനുള്ള കഴിവ് മാത്രമാണ്. മറ്റുള്ളവർ ഭ്രാന്തന്മാരാണെന്ന് തോന്നുമ്പോഴും നിശബ്ദമായി, ബുദ്ധിപരമായി മുന്നോട്ട് നീങ്ങുക. ഇനി നമുക്ക് 6-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. നിങ്ങൾക്കു മതിയാകുന്നത് എത്ര എന്ന ചിന്ത ജീവിതത്തെ ആഴത്തിൽ മാറ്റിമറിക്കുന്നൊരു മനഃശാസ്ത്ര പാഠം. ചാപ്റ്റർ 6: മതി എന്നതിൻ്റെ അർത്ഥം. വെൻ ഇനഫ് ഇസ് ഇനഫ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ മതിയെന്ന ബോധം നഷ്ടപ്പെടുമ്പോൾ സന്തോഷവും സമാധാനവും അകലാൻ തുടങ്ങുന്നു. മോർഗൻ ഹൗസൽ പറയുന്നത് പോലത്, നിനക്കുള്ളതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ നിനക്കെത്ര കിട്ടിയാലും മതിയാകില്ല. പലർക്കും സമ്പത്ത് അത്രയല്ല ലക്ഷ്യം, മറ്റൊരാളേക്കാൾ അധികം നേടുക എന്നതാണ് ലക്ഷ്യം. ഇതാണ് ഏറ്റവും അപകടകരമായ മനോഭാവം. കാരണം നീ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നിന്റെ സ്വന്തം സമാധാനം നഷ്ടമാവും. ലോകത്ത് എപ്പോഴും നിന്നേക്കാൾ മുന്നിൽ പോകുന്നവർ ഉണ്ടാകും, പക്ഷേ അത് നിന്റെ യാത്രയെ ചെറുതാക്കുന്നില്ല. അതിനാൽ മതി എന്നത് നീ തന്നെ നിശ്ചയിക്കണം. മതിയെന്നതിൻ്റെ അർത്ഥം എന്നത് നിനക്ക് സന്തോഷം നൽകുന്ന പരിധി തിരിച്ചറിയുക എന്നതാണ്. വാരൻ ബഫറ്റ് ഒരിക്കൽ പറഞ്ഞു, എത്ര പണമുണ്ടാക്കാമെന്നതല്ല പ്രധാനം, അത് നിലനിർത്താനും
മനസമാധാനം നിലനിർത്താനും കഴിയുമോ എന്നതാണ് യഥാർത്ഥ വിജയം. മോർഗൻ ഹൗസിൽ പറയുന്നു, ഇനഫ് എന്ന വാക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷയാണ്. അതറിയുമ്പോൾ നിനക്ക് പണത്തിനായി ഓടേണ്ട ആവശ്യമില്ല. പണം നിന്നെ നിയന്ത്രിക്കുന്നതിന് പകരം നീ പണത്തെ നിയന്ത്രിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത് നമുക്ക് ഉള്ളതിൽ സന്തോഷം കണ്ടെത്താനുള്ള മനസ്സാണ്. കാരണം അതാണ് സ്ഥിരമായ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടം. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യത്തിൻ്റെ വില. യഥാർത്ഥ സ്വാതന്ത്ര്യം പണം കൊണ്ടല്ല, സമയവും മനസമാധാനവുമാണ് അതിൻ്റെ അടിസ്ഥാനം. ഭാഗം 7. ദ പ്രൈസ് ഓഫ് ഫ്രീഡം. സ്വാതന്ത്ര്യത്തിൻ്റെ വില. മനുഷ്യൻ പണം അന്വേഷിക്കുന്നത് പണത്തിന് വേണ്ടിയല്ല, പണം നൽകുന്ന സ്വാതന്ത്ര്യം ലഭിക്കാനാണ്. മോർഗൻ ഹൗസിൽ പറയുന്നു, നിനക്ക് എങ്ങനെ സമയം ചെലവഴിക്കണമെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാനാകുന്നത് അതാണ് യഥാർത്ഥ സമ്പത്ത്. പലർക്കും ധാരാളം പണമുണ്ടാകും, പക്ഷേ സമയം അവരുടെ സ്വന്തമല്ല. അവർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പണം നഷ്ടമാകുമെന്ന ഭയത്തിൽ തുടരുന്നു. സത്യമായ സമ്പത്ത് അങ്ങനെയല്ല. നിന്റെ സമയം നിനക്കുള്ളതായാൽ അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ഓരോ രാവും ഉണരുമ്പോൾ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യം നിനക്ക് അഭിമാനത്തോടെ അതെ എന്ന് പറയാൻ കഴിഞ്ഞാൽ നീ ഇതിനകം സമ്പന്നനാണ്. മോർഗൻ ഹൗസിൽ പറയുന്നു, പണം നേടാൻ കഴിയുന്നവനാകുക നല്ലതാണ്, പക്ഷേ സമയത്തെ സ്വന്തമാക്കാൻ കഴിയുന്നവനാകുക അതിലേറെ നല്ലതാണ്. സമയം, മനസ്സമാധാനം, നിയന്ത്രണം ഇവയാണ് ജീവിതത്തിലെ യഥാർത്ഥ സമ്പത്ത്. സമ്പത്ത് കാണാൻ കഴിയില്ല, അത് നിന്റെ ദിനചര്യയിൽ നിനക്കുള്ള സ്വാതന്ത്ര്യമായി പ്രകടമാകുന്നു. മറ്റുള്ളവർക്ക് കാണാനാവാത്ത പക്ഷേ നിനക്ക് അനുഭവിക്കാവുന്ന സമാധാനമാണ് അതിൻ്റെ വില. നമുക്ക് അടുത്ത അധ്യായത്തിൽ കടക്കാം. മാൻ ഇൻ ദ കാർ പാരഡോക്സ് എന്ന അത്ഭുതകരമായ ചാപ്റ്റർ. ഇത് ദ സൈക്കോളജി ഓഫ് മണിയിലെ ഏറ്റവും ശക്തമായ പാഠാടങ്ങളിലൊന്നാണ്. മറ്റുള്ളവർ കാണുന്നതെന്ത്, നമുക്ക് തോന്നുന്നതെന്ത് എന്ന വിഷയത്തെ ആഴത്തിൽ പറയുന്നു. ചാപ്റ്റർ 8 മാൻ ഇൻ ദ കാർ പാരഡോക്സ്. ഒരു ആഡംബര കാർ റോഡിലൂടെ കടന്നു പോകുന്നത് കാണുമ്പോൾ നമ്മിൽ പലർക്കും തോന്നുന്നത് എന്താണ്? വാവ്, എനിക്കും അത്തരമൊരു കാർ വേണം. പക്ഷെ സത്യത്തിൽ ആ കാർ ഓടിക്കുന്ന ആളെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. നമുക്ക് ആകർഷിക്കുന്നത് കാറാണ്, മനുഷ്യനല്ല. അവൻ കരുതുന്നത് എന്നെ കണ്ടവർ എത്രമാത്രം ആദരിക്കുന്നു. പക്ഷെ യാഥാർത്ഥ്യത്തിൽ ആരും അവനെ കാണുന്നില്ല. എല്ലാവരും കാറിനെയാണ് കാണുന്നത്. മോർഗൻ ഹൗസിൽ പറയുന്നു, മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നില്ല, അവർ നിങ്ങളെപ്പോലെ അനുഭവിക്കാനുള്ള സ്വപ്നം കാണുന്നു. അതുകൊണ്ട് ആഡംബര വസ്തുക്കളിലൂടെ അംഗീകാരം നേടാൻ ശ്രമിക്കുന്നവർ ഒരു തെറ്റായ വഴിയിലാണ്. അവർ കരുതുന്നത് അതാണ് റെസ്പെക്റ്റ് നേടാനുള്ള വഴി. പക്ഷേ അതിലൂടെ അവർ കൂടുതൽ അസന്തോഷവും തോൽവിയും മാത്രം നേടുന്നു. മനുഷ്യർ നമ്മെ കാണുമ്പോൾ നമ്മളെ പോലെയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സ്വാഭാവികത, ആത്മവിശ്വാസം, മിതത്വം മുതലായവയിലൂടെയാണ് സാധ്യമാകുന്നത്. കാറുകളിലൂടെയോ വസ്ത്രങ്ങളിലൂടെയോ അല്ല. മറ്റുള്ളവർ കാണുന്നതും നമുക്ക് തോന്നുന്നതും തമ്മിൽ വൻ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാകുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ആരംഭിക്കുന്നത്. ചാപ്റ്റർ 9 വെൽത്ത് ഇസ് വാട്ട് യു ഡോണ്ട് സീ. നിങ്ങൾ കാണാത്ത സമ്പത്ത്. നമുക്ക് ജീവിതത്തിൽ പലരെയും കാണാമാം. ആഡംബര കാറുകൾ ഓടിക്കുന്നവർ, വലിയ വീടുകൾ, ബ്രാൻഡ് വസ്ത്രങ്ങൾ ധരിക്കുന്നവർ. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ, ഇവർക്കെല്ലാം യഥാർത്ഥത്തിൽ സമ്പത്തുണ്ടോ? മിക്കപ്പോഴും നമ്മൾ കാണുന്നത് അവരുടെ ചെലവുകൾ മാത്രമാണ്.
പക്ഷെ യഥാർത്ഥ സമ്പത്ത് കാണാനാവാത്തതാണ്. അതാണ് ഇന്ന് നമുക്ക് പഠിക്കാനിരിക്കുന്നത്. നിങ്ങൾ കാണാത്ത സമ്പത്ത് എന്ന പാഠം. ഒരു വീടിൻ്റെ മുൻപിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ആഡംബര കാറ് കാണുമ്പോൾ നമുക്ക് തോന്നും, വാഹ്, എത്ര സമ്പന്നനാണവൻ. പക്ഷേ മോർഗൻ ഹൗസൽ പറയുന്നു, അവൻ സമ്പന്നനാണോ എന്ന് നമുക്കറിയില്ല. അവൻ ആ കാർ വാങ്ങാനെടുത്ത വായ്പയാണ് നമ്മൾ കാണാത്തത്. അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര ബാക്കിയുണ്ട് എന്നത് നമുക്കറിയില്ല. സമ്പത്തെന്ന് പറയുന്നത് കാണിക്കുന്നതല്ല, മറിച്ച് മറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ കാണുന്നത് ചെലവാണ്, കാർ, വീടുകൾ, വസ്ത്രങ്ങൾ. പക്ഷെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങൾ കാണാത്ത പണമാണ്. സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അടിയന്തര സാഹചര്യം നേരിടാനുള്ള നിക്ഷേപങ്ങൾ. മിക്കവരും സമ്പന്നർ പോലെ കാണപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ യഥാർത്ഥ സമ്പന്നർ അങ്ങനെ കാണപ്പെടാൻ ശ്രമിക്കുന്നില്ല. അവർ അവരുടെ സമ്പത്ത് നിശബ്ദമായി വളരാൻ അനുവദിക്കുന്നു. മോർഗൻ പറയുന്നു, വലിപ്പമെന്താണ്, നിക്ഷേപിക്കുന്നില്ല. നിങ്ങൾ ചെലവഴിക്കാത്ത പണമാണ് നിങ്ങളുടെ സമ്പത്ത്. അതിനാൽ നമുക്ക് മറ്റുള്ളവർ കാണാത്ത ഒരു സമ്പത്താണ് സൃഷ്ടിക്കേണ്ടത്. നമ്മുടെ മനസ്സിനും ജീവിതത്തിനും ആത്മശാന്തി നൽകുന്ന സമ്പത്ത്. സമ്പത്ത് കാണിക്കുന്നതല്ല, അതിനെ സംരക്ഷിക്കാനും വളർത്താനും കഴിയുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സമ്പന്നനാകുന്നത്. ചാപ്റ്റർ 10. സേവ് മണി. പണം സംരക്ഷിക്കുക. മിക്കവരും ചോദിക്കും, എന്തിനാണ് പണം സംരക്ഷിക്കേണ്ടത്? എനിക്കിപ്പോൾ അത്ര വലിയ ലക്ഷ്യമൊന്നുമില്ലല്ലോ. പക്ഷേ മോർഗൻ ഹൗസൽ പറയുന്നു, നിങ്ങൾക്കിപ്പോൾ ലക്ഷ്യമില്ലെങ്കിലും ഭാവിയിൽ അത് വരാം. അതിനാൽ സംരക്ഷണം എന്നത് സ്പെസിഫിക് ഗോളിൻ്റെ കാര്യവുമല്ല, അതൊരു മനോഭാവമാണ്. ഡിറ്റർമിൻഡ്. ഐ വാണ്ട് കൺട്രോൾ ഓവർ മൈ ഫ്യൂച്ചർ. സേവിങ്സ് എന്നത് വെറും ബാങ്ക് അക്കൗണ്ടിലെ പണമല്ല, അതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ അടിത്തറയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാനുള്ള അവകാശം തരുന്നത് അതാണ്. മിക്കവരും സമ്പത്തുണ്ടാക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ കുറച്ചു പേർക്കേ അത് നിലനിർത്താൻ അറിയൂ. പണം സംരക്ഷിക്കുന്നവരാണ് ദീർഘകാലത്തിൽ മുന്നിലെത്തുന്നത്. ഹൗസൽ പറയുന്നു, സേവിംഗ് മണി ഇസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ യുവർ ഈഗോ ആൻഡ് യുവർ ഇൻകം. നിങ്ങളുടെ ആത്മാഭിമാനവും വരുമാനവും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് സേവിങ്സ്. വരുമാനം കൂടുമ്പോൾ ജീവിതശൈലി കൂടി വളരേണ്ടതില്ല. അത് നിയന്ത്രിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ സമ്പത്ത് നിലനിർത്താൻ കഴിയൂ. സേവിങ്സ് എന്നത് നിങ്ങളെ സമ്പന്നനാക്കുന്നില്ല, പക്ഷേ അത് നിങ്ങളുടെ സമയം വാങ്ങാനുള്ള കഴിവ് നൽകുന്നു. അതാണ് യഥാർത്ഥ സമ്പത്ത്, സ്വാതന്ത്ര്യവും ശാന്തിയും. പണം സംരക്ഷിക്കുക എന്നത് ലക്ഷ്യത്തിനായി അല്ല, ജീവിതത്തിലെ അനിശ്ചിതത്വം നേരിടാനുള്ള ശക്തിക്കായി. പണം സംരക്ഷിക്കുന്നതൊരു കഴിവാണെങ്കിലും അതിനെ എങ്ങനെ സമർത്ഥമായി ഉപയോഗിക്കാമെന്നത് മറ്റൊരു കലയാണ്. അതാണ് നമുക്കടുത്ത ഭാഗത്തിൽ പഠിക്കാനുള്ളത്. സമർത്ഥമായ ചെലവ്. റീസണബിൾ ആൻഡ് റാഷണൽ. ചാപ്റ്റർ 11. റീസണബിൾ ആൻഡ് റാഷണൽ. സമർത്ഥമായ ചെലവ്. പണം സംബന്ധിച്ച് പലരും ചിന്തിക്കുന്നത്, എനിക്ക് ഡിസിഷൻസ് എല്ലാം 100% ലോജിക്കിലും മാത്തമാറ്റിക്സിലുമാകണം. പക്ഷെ മോർഗൻ ഹൗസൽ പറയുന്നു, പണം കൈകാര്യം ചെയ്യുന്നതിൽ റീസണബിൾ ആകുന്നത് റേഷണൽ ആകുന്നതിനേക്കാൾ നല്ലതാണ് എന്നാണ്. ജീവിതം ഒരു ഫിനാൻസ് ഫോർമുല അല്ല, അത് ഭാവനയും ഭയവും പ്രതീക്ഷകളും നിറഞ്ഞതാണ്. അതുകൊണ്ട് പണം സംബന്ധിച്ച നിങ്ങളുടെ തീരുമാനങ്ങൾ കണക്കുകൾ മാത്രം അടിസ്ഥാനമാക്കിയാകാൻ പാടില്ല. അത് നിങ്ങളുടെ മനസ്സിനും ജീവിത സാഹചര്യങ്ങൾക്കും ചേർന്നതായിരിക്കണം. ഒരു ഉദാഹരണം നോക്കൂ. ഒരു ആളിന് 2% ഇൻട്രസ്റ്റ് ലഭിക്കുന്ന സേഫ് ഡിപ്പോസിറ്റ് ഇഷ്ടമാണ്. മറ്റൊരാൾക്ക് 8% റിട്ടേൺ ലഭിക്കുന്ന റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്.
കണക്ക് നോക്കുമ്പോൾ രണ്ടാം വ്യക്തിയാണ് റേഷണൽ. പക്ഷേ ആദ്യ വ്യക്തിക്ക് ശാന്തമായി ഉറങ്ങാനാകുന്നുണ്ടെങ്കിൽ അവൻ തന്നെയാണ് റീസണബിൾ ആൾ. മനഃശാന്തി, സ്ഥിരത, വിശ്വാസം ഇവയാണ് പണം കൈകാര്യം ചെയ്യുന്നതിലെ യഥാർത്ഥ വിജയം. പണം നിങ്ങളെ നിയന്ത്രിക്കുന്നതല്ല. നിങ്ങൾക്ക് പണം നിയന്ത്രിക്കാൻ കഴിയുമ്പോഴാണ് ആ സന്തുലിതാവസ്ഥ കൈവരുന്നത്. ഹൗസൽ പറയുന്നു, "Do not aim to be coldly rational when making money decisions. Aim to be reasonably happy." അതായത് പണം നേടുന്നതിൽ മാത്രം ശ്രദ്ധിക്കാതെ പണം കൊണ്ട് സന്തോഷം നിലനിർത്തുന്ന രീതിയിൽ ജീവിക്കുക. പണം സംബന്ധിച്ച് എല്ലാ തീരുമാനം പെർഫെക്റ്റ് ആക്കേണ്ടതില്ല. അത് സമർത്ഥമായും മനസ്സിലാക്കാവുന്ന വിധത്തിലുമാകുന്നത് തന്നെയാണ് ബുദ്ധിമത്തായ വഴിയെന്ന് ഓർക്കുക. നമുക്ക് ഇനി അടുത്ത അധ്യായം നോക്കാം. ഇത് ദ സൈക്കോളജി ഓഫ് മണിയിലെ ഒരു അത്യന്തം പ്രധാന പാഠമാണ്. ഭാവിയെ നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല എന്ന സന്ദേശം പറയുന്ന പാഠം ചാപ്റ്റർ 12. സർപ്രൈസ്, ആശ്ചര്യം. ജീവിതം നമുക്ക് പലപ്പോഴും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തും 100% പ്രൊഡക്റ്റ് ചെയ്യാനാവില്ല. ഭാവി എത്ര കണക്ക് കൂട്ടിയാലും അതെപ്പോഴും ഒരു ആശ്ചര്യത്തോടെയാണ് വരുന്നത്. മോർഗൻ ഹൗസൽ പറയുന്നു, ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്നാൽ ഭാവി അതുപോലെയാവില്ല എന്നതാണ്. നമ്മൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി ഭാവിയെ കണക്ക് കൂട്ടുന്നു. പക്ഷേ ഓരോ പുതിയ സംഭവവും, ഒരു യുദ്ധം, ഒരു വിപണി തകർച്ച, ഒരു സാങ്കേതിക വിപ്ലവം എല്ലാം നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് 2008 സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ 2020 പാൻഡമിക്. ഇവയെല്ലാം നമ്മൾ ഇംപോസിബിൾ എന്ന് കരുതിയവയായിരുന്നു. പക്ഷേ അവ സംഭവിച്ചു. അതുകൊണ്ട് പണം, നിക്ഷേപം, ജീവിതം ഇവയിൽ ഉറപ്പെന്നത് ഒരു മിഥ്യാഭ്രമം മാത്രമാണ്. വാസ്തവത്തിൽ സർപ്രൈസസ് ആർ ദ റൂൾ, നോട്ട് ദി എക്സെപ്ഷൻ. പണ്ടൊരിക്കൽ സേഫ് എന്ന് കരുതിയതൊക്കെ ഇന്ന് അപകടകരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തീരുമാനം മാറ്റത്തിനും അപ്രതീക്ഷിതത്വത്തിനും തയ്യാറാക്കിയിരിക്കണം. സത്യത്തിൽ സമർത്ഥനായ നിക്ഷേപകൻ ആരാണ്? ഭാവിയെ കൃത്യമായി അറിയുന്നവനാണോ? അല്ല. സമർത്ഥനായ നിക്ഷേപകൻ ഭാവിയെ കൃത്യമായി പ്രവചിക്കുന്നവനല്ല, മറിച്ച് തെറ്റുകൾ സംഭവിച്ചാലും അതിൽ നിന്ന് തകർന്നു പോകാതെ തുടർന്ന് നിൽക്കാൻ തയ്യാറായിരിക്കുന്നവനാണ്. ജീവിതം സർപ്രൈസസ് നിറഞ്ഞതാണ്. അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നവർ തങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലും മാനസിക നിലയിലും വിജയിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗം തുടങ്ങാം. ഭാവിയിലെ അൺസർട്ടനിറ്റിയെ നേരിടാൻ നിക്ഷേപത്തിലുള്ള റൂം ഫോർ എറർ എങ്ങനെ നിർമ്മിക്കാമെന്ന് നോക്കാം. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ശബ്ദത്തിൽ ചെറിയ അപാകതകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനേക്കാൾ വലിയത് ഈ ആശയങ്ങളുടെ ആഴമാണ്. ഓരോ വാക്കും നമ്മെ ഒരൊന്ന് ചിന്തിപ്പിക്കാൻ, മാറ്റത്തിനായി തയ്യാറാക്കാൻ സഹായിക്കുന്നു. തയ്യാറാണോ? ഇനി കടക്കാം അടുത്ത അധ്യായത്തിലേക്ക്. ചാപ്റ്റർ 13, റൂം ഫോർ എറർ, തെറ്റിനുള്ള സ്ഥലം. ജീവിതത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും നമ്മൾ എപ്പോഴും എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്യാറുണ്ട്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ ജീവിതം ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ നടക്കാറില്ല. അതിനാലാണ് തെറ്റിനുള്ള സ്ഥലം അത്രയും പ്രധാനമായത്. മോർവിൻ ഹൗസൽ പറയുന്നത്, വലിയ വിജയങ്ങൾ നേടുന്നവർ കൃത്യമായ കണക്കുകൂട്ടലുകൾ മാത്രമല്ല, അപ്രതീക്ഷിത സംഭവങ്ങൾക്കും ഒരിടം വയ്ക്കുന്നവരാണ്. ഓരോ പ്ലാനിലും ചെറിയൊരു മാർജിൻ ഓഫ് സേഫ്റ്റി വേണം. അതാണ് നമ്മെ രക്ഷിക്കുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്നത് അപ്രതീക്ഷിതമായ തെറ്റുകൾക്കും നഷ്ടങ്ങൾക്കുമെതിരായ സുരക്ഷാ ബഫറാണെന്ന് പറയാം.
അതായത് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചതുപോലെ നടക്കാതിരുന്നാലും നമുക്ക് നഷ്ടമാകാതെ മുന്നോട്ടു പോകാൻ കഴിയുന്ന സുരക്ഷിത അകലം. ഒരു ലളിതമായ ഉദാഹരണം പറയാം. നിങ്ങളൊരു കാറിൽ യാത്ര പോകുന്നു എന്ന് കരുതൂ. ഇന്ധനം 10 ലിറ്റർ വേണ്ടെന്ന് കണക്കാക്കുമ്പോൾ നിങ്ങൾ 12 ലിറ്റർ നിറയ്ക്കുന്നു. അത് തന്നെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. അപ്രതീക്ഷിതമായി ട്രാഫിക് കൂടിയാലും വഴിതിരിവ് വന്നാലും നിങ്ങൾ കുടുങ്ങാതെ ലക്ഷ്യത്തിലെത്തും. പണവുമായി ബന്ധപ്പെടുത്തി ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്കൊരു നിക്ഷേപമുണ്ട് എന്ന് കരുതൂ. അതിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ലാഭം 20% നിങ്ങളത് 15% ലാഭം കിട്ടിയാലും തൃപ്തിയുള്ള വിധം ആസൂത്രണം ചെയ്യുന്നു. അഥവാ നിങ്ങളുടെ ചെലവുകൾ കുറച്ച് വയ്ക്കുന്നു. അതിനാൽ വരുമാനം കുറച്ചാലും നിങ്ങൾ സുരക്ഷിതം. ഇത് തന്നെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി. നമ്മുടെ പ്ലാനുകൾക്ക് ഒരു സുരക്ഷിത ഇടം നൽകുക. കാരണം ലോകമൊരിക്കലും കൃത്യമായി നമ്മുടെ കണക്കുപ്രകാരം പ്രവർത്തിക്കില്ല. ജീവിതം, വിപണി, തൊഴിൽ, ബന്ധങ്ങൾ എല്ലായിടത്തും അനിശ്ചിതത്വമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് ആത്മവിശ്വാസത്തോടെയല്ല, വിനയത്തോടെയുമാണ്. കാരണം ഭാഗ്യം എല്ലായ്പ്പോഴും നമ്മുടെ ഭാഗത്ത് നിൽക്കണമെന്നില്ല. പണം നിക്ഷേപിക്കുന്നവർക്കായി ഇതൊരു പ്രധാന പാഠമാണ്. നിങ്ങൾ എത്ര ആത്മവിശ്വാസമുള്ളവനായാലും തെറ്റിനുള്ള സ്ഥലമില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാണെന്ന് തിരിച്ചറിയണം. മനസ്സിലാക്കുക, തെറ്റുകൾ നമ്മെ തകർക്കുന്നവയല്ല, പാഠം പഠിപ്പിക്കുന്നവയാണ്. നമ്മുടെ ജീവിതം എപ്പോഴും മാറ്റങ്ങളാൽ നിറഞ്ഞതാണ്. ഓരോ അനുഭവവും നമ്മെ പുതുക്കി എഴുതുന്നു. ഇന്ന് നമ്മളായിട്ടുള്ളവരും നാളേക്ക് വ്യത്യസ്തരായിരിക്കും. ഇപ്പോൾ കേൾക്കാം ചാപ്റ്റർ 14. യു വിൽ ചേഞ്ച്. നിങ്ങൾ മാറും. ജീവിതം ഒരിക്കലും നിശ്ചലമല്ല. കാലം കടന്നു പോകുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും മൂല്യങ്ങളും സ്വപ്നങ്ങളും മാറും. അതാണ് ഈ അധ്യായത്തിൻ്റെ സാരം. നിങ്ങൾ മാറും. മോർഗൻ ഹൗസൽ പറയുന്നത് പോലെ, ഇന്നത്തെ നിങ്ങളുടെ തീരുമാനങ്ങൾ നാളെയുടെ നിങ്ങൾക്കൊപ്പം പൊരുത്തപ്പെടണമെന്നില്ല. കാരണം ജീവിതം തന്നെ നിങ്ങളെ പുതുക്കി എഴുതുന്നു. നിങ്ങളുടെ 20-ാം വയസ്സിലെ ആഗ്രഹങ്ങൾ 30-ാം വയസ്സിൽ അർത്ഥമില്ലാത്തവയാകാം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിലല്ല, ഭാവിയിൽ ഞാൻ ആകാൻ പോകുന്ന ആളിന് എന്ത് വേണ്ടിവരും എന്ന ചിന്തയിൽ ആധാരമാക്കണം. പലരും ചെയ്യുന്നത് പോലെ അവർ ജീവിതം മുഴുവൻ ഒരേ ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. പക്ഷേ അവർ തിരിച്ചറിയുന്നില്ല, തങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായ വളർച്ച, അനുഭവങ്ങൾ, ബന്ധങ്ങൾ, പരാജയങ്ങൾ ഇവയെല്ലാം നമ്മെ മാറ്റുന്നു. അതുകൊണ്ട് പഴയ തീരുമാനങ്ങളിൽ പിടിച്ചു നിൽക്കാതെ പുതിയ യാഥാർത്ഥ്യത്തെ സ്വീകരിക്കുകയാണ് ബുദ്ധിമാനായ വഴി. പണം, നിക്ഷേപം, കരിയർ ഇവയെല്ലാം ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്, ജീവിതം മുഴുവനല്ല. നമുക്ക് വേണ്ടത് മാറ്റങ്ങളെ പേടിക്കാതെ അവയെ വളർച്ചയുടെ ഭാഗമാക്കി കാണുക. ജീവിതം മാറുന്നത് സ്വാഭാവികമാണ്. ആ മാറ്റത്തെ പേടിക്കാതെ അതിനൊപ്പം വളരുക. അതാണ് യഥാർത്ഥ ജ്ഞാനം. ഇനി കടക്കാം ചാപ്റ്റർ 15. യു വിൽ ചേഞ്ച്. ഒന്നും സൗജന്യമല്ല. ജീവിതത്തിൽ നമ്മൾ നേടുന്ന ഓരോ നല്ല കാര്യത്തിനും ഒരു വിലയുണ്ട്. ആ വില പലപ്പോഴും പണമായിരിക്കില്ല. അത് സമയമായിരിക്കും, ക്ഷമയായിരിക്കും, സമ്മർദ്ദമായിരിക്കും, അല്ലെങ്കിൽ മനസ്സിലെ സമാധാനമായിരിക്കും. മോർഗൻ ഹൗസൽ പറയുന്നത് പോലെ, നത്തിങ് ഈസ് ഫ്രീ. നിങ്ങൾ നേടുന്ന ഓരോ നേട്ടത്തിനും പിന്നിൽ നിങ്ങൾ ചെലവിട്ട ഒരു ഭാഗമുണ്ടാകും. അതൊരു ത്യാഗം ആയിരിക്കാം, ഒരു പ്രയാസമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കാം. പണം സമ്പാദിക്കുന്നത് എളുപ്പമല്ല. ലാഭം നേടാൻ നിങ്ങൾക്ക് നഷ്ടത്തിൻ്റെ വേദന സഹിക്കാനുള്ള ധൈര്യം വേണം.
നിക്ഷേപത്തിൽ ഏറ്റവും വലിയ വിൽ മാർക്കറ്റിൻ്റെ അസ്ഥിരതയാണ്. അത് പേടിക്കുന്നവർക്ക് സ്ഥിരതയുടെ ലോകത്ത് വലിയ നേട്ടങ്ങൾ ലഭിക്കില്ല. ജീവിതത്തിൽ സൗജന്യം എന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങൾക്കും പിന്നിൽ ഒരു കൂട്ടം മറഞ്ഞ ചെലവുകളുണ്ട്. ഉദാഹരണത്തിന്, സോഷ്യൽ മീഡിയ സൗജന്യമാണെന്ന് തോന്നും. പക്ഷേ അതിന് നിങ്ങൾ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ശ്രദ്ധയും സമയമാണ്. അതുപോലെ തന്നെ വേഗത്തിലുള്ള പണസമ്പാദന മാർഗങ്ങൾ സൗജന്യമല്ല. അവ പലപ്പോഴും നിങ്ങളുടെ ധൈര്യവും വിശ്വാസവും എടുത്തുകളയും. മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ്: ഓരോ നേട്ടത്തിനും ഒരു വിലയുണ്ട്. പക്ഷേ അതിനുള്ള വില അറിയാത്തവർക്ക് യഥാർത്ഥ മൂല്യം ഒരിക്കലും മനസ്സിലാവില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം ഇതാണ്: ഒന്നും സൗജന്യമല്ല. ഒരൊന്നിനും വിലയുണ്ട്, പക്ഷേ അതിനും വിലയുണ്ട്. പക്ഷേ അതിനുള്ള മൂല്യം തിരിച്ചറിയാൻ കഴിയുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. ഇനി അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ചാപ്റ്റർ 16. യു ആൻഡ് മീ, ഞാനും നിങ്ങളും. പണം എന്ന വിഷയത്തിൽ ഒരിക്കലും എല്ലാവരും ഒരുപോലെ ചിന്തിക്കില്ല. കാരണം ഓരോരുത്തർക്കും ജീവിതാനുഭവങ്ങൾ, സാഹചര്യങ്ങൾ, ലക്ഷ്യങ്ങൾ, ഭയങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. മോർഗൻ ഹൗസൽ പറയുന്നത് പോലെ, "People do crazy things with money, but no one's crazy." അതെന്താണ് അർത്ഥമാക്കുന്നത്? ഒരു വ്യക്തിക്ക് അനാവശ്യമായി തോന്നുന്ന ഒരു തീരുമാനം മറ്റൊരാളുടെ ജീവിതത്തിലെ അനിവാര്യതയായിരിക്കാം. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നിങ്ങൾ പണത്തെ കാണുന്നതും. ഒരു കുട്ടിക്കാലത്ത് ദാരിദ്ര്യം അനുഭവിച്ചവൻ പണത്തെ ഒരു സുസുരക്ഷാ മതിലായി കാണും. പക്ഷേ സമ്പന്നമായ ജീവിതം കണ്ടവൻ അതിനെ സ്വാതന്ത്ര്യത്തിനുള്ള ടിക്കറ്റായി കാണും. അതുകൊണ്ട് മറ്റുള്ളവരുടെ സാമ്പത്തിക തീരുമാനങ്ങളെ പരിഹസിക്കരുത്. നമുക്കറിയില്ല അവരെന്താണ് അനുഭവിച്ചത്, എന്താണ് അവരെ ആ തീരുമാനത്തിലേക്ക് നയിച്ചത്. ഓരോരുത്തരും അവരുടെ സ്വന്തം യാത്രയിലാണ്. നിങ്ങളുടെ വഴി ശരിയാണെന്ന് ഉറപ്പാക്കുക. പക്ഷേ അതിനായി മറ്റുള്ളവരുടെ വഴികളെ തെറ്റെന്ന് വിളിക്കേണ്ടതില്ല. പണത്തിൽ ബുദ്ധിയുള്ളവനാകുന്നത് മറ്റുള്ളവരെ അനുകരിക്കുന്നതല്ല, നിങ്ങളുടെ ജീവിതത്തിനും ലക്ഷ്യങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ഓരോരുത്തരും അവരുടെ കഥയിൽ ശരിയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വഴികളെ കാണുമ്പോൾ താരതമ്യം ചെയ്യാതെ മനസ്സിലാക്കാൻ പഠിക്കുക. അതാണ് യഥാർത്ഥ സമ്പത്തിൻ്റെ അടയാളം. ഇനി കടക്കാം അടുത്ത അധ്യായത്ത്. ചാപ്റ്റർ 17. The Seduction of Pessimism. നിരാശയുടെ ആകർഷണം. ലോകത്തിൽ പ്രതീക്ഷയേക്കാൾ വേഗത്തിൽ പടരുന്ന ഒരു വികാരമുണ്ടെങ്കിൽ അത് നിരാശയാണെന്ന് മോർഗൻ ഹൗസൽ പറയുന്നു. കാരണം പ്രതീക്ഷ പറയുന്നത് കാര്യങ്ങൾ മെച്ചപ്പെടും എന്നാണ്. പക്ഷെ നിരാശ നമ്മെ മുന്നറിയിപ്പ് നൽകും, കാര്യങ്ങൾ തകർന്നു പോകും. മനുഷ്യൻ സ്വഭാവതത്വത്തിൽ തന്നെ അപകടമൊഴിവാക്കാൻ രൂപപ്പെട്ടതുകൊണ്ട് നിരാശയുടെ ശബ്ദം എപ്പോഴും കൂടുതൽ ശക്തമായാണ് കേൾക്കുന്നത്. മാധ്യമങ്ങൾ, സമൂഹം, സാമ്പത്തിക വിപണികൾ എല്ലാം ഈ വികാരം ഉപയോഗിക്കുന്നു. കാരണം ഭയം വിട്ടൊഴിക്കാനായി ഏറ്റവും എളുപ്പമുള്ള ഉൽപ്പന്നമാണ്. ഒരു അപകട സൂചനയുള്ള തലക്കെട്ട്, ഒരു തകർച്ചയുടെ വാർത്ത, ഇവയൊക്കെ നമ്മെ ഉടൻ പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷെ യാഥാർത്ഥ്യം വേറെയാണ്. ചരിത്രം കാണിക്കുന്നത് മനുഷ്യർ വീണ്ടും വീണ്ടും വീണിട്ടും ഉയർന്നു നിൽക്കുന്നു. പ്രതിസന്ധികളിൽ നിന്ന് നാം പുതിയ വഴികൾ കണ്ടെത്തുന്നു. അതാണ് പ്രതീക്ഷയുടെ ശക്തി. അത് ശാന്തമായിരിക്കും, പക്ഷെ അതാണ് നമ്മെ മുന്നോട്ടു കൊണ്ടുപോകുന്നത്. നിരാശ ആവേശകരമാണ്, പ്രതീക്ഷ ശാന്തമാണ്. പക്ഷെ വളർച്ച ഉണ്ടാകുന്നത് ശാന്തതയിൽ നിന്നാണ്, ഭയത്തിൽ നിന്നല്ല. അതിനാൽ വിജയികൾ എപ്പോഴും പ്രതീക്ഷയുടെ പാതയിലൂടെയാണ് നടക്കുന്നത്. അവർ തിരിച്ചറിയുന്നുണ്ട്, നിരാശ താൽക്കാലികം, പ്രതീക്ഷ നിത്യമാണ്.
ജീവിതത്തിൽ പ്രതീക്ഷയോടെ മുന്നോട്ടു പോകുക. കാരണം നിരാശയുടെ ശബ്ദമുച്ചത്തിൽ കേൾക്കുന്നുവെങ്കിലും വിജയമെപ്പോഴും ശാന്തമായി നടന്നു വരുന്നതാണ്. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ചാപ്റ്റർ 18. When you believe anything. നിങ്ങൾ എന്തും വിശ്വസിക്കുന്നപ്പോൾ. മനുഷ്യന്റെ മനസ്സ് പലപ്പോഴും യാഥാർത്ഥ്യത്തെക്കാൾ കഥകളെയാണ് വിശ്വസിക്കുന്നത്. കാരണം കഥകൾ വികാരങ്ങളെ സ്പർശിക്കുന്നു. യാഥാർത്ഥ്യം ലജ്ജിക്കാത്ത സത്യങ്ങൾ മാത്രമേ പറയൂ. മോർഗൻ ഹൗസേൽ പറയുന്നു, നമുക്ക് യഥാർത്ഥ സത്യങ്ങൾക്കപ്പുറം നമ്മുടെ വികാരങ്ങൾ ശരിയാക്കുന്ന കഥകളെയാണ് ഇഷ്ടം. നിക്ഷേപങ്ങളിൽ, ബിസിനസ്സിൽ, രാഷ്ട്രീയത്തിൽ എല്ലായിടത്തും ഈ മനഃശാസ്ത്രം പ്രവർത്തിക്കുന്നു. നമ്മൾ പലപ്പോഴും നമ്മൾ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതിനെ മാത്രം കേൾക്കുന്നു. അതുകൊണ്ട് വ്യാജ പ്രതീക്ഷകൾ, വേഗത്തിലുള്ള പണസമ്പാദന പദ്ധതികൾ അല്ലെങ്കിൽ ഇനി ജീവിതം മാറ്റം കാണും എന്ന വാക്കുകൾ നമ്മെ എളുപ്പം പിടികൂടുന്നു. മനസ്സ് തെളിവുകൾക്കല്ല, ആശ്വാസത്തിനാണ് പ്രതികരിക്കുന്നത്. ആ കാരണം കൊണ്ടാണ് ആളുകൾ യാഥാർത്ഥ്യത്തെ അവഗണിച്ച് സ്വപ്നങ്ങൾ വിൽക്കുന്നവരിൽ വിശ്വാസം വയ്ക്കുന്നത്. ബുദ്ധിയുള്ളവർ തിരിച്ചറിയുന്നത് എല്ലാം മനോഹരമായി തോന്നുന്നിടത്ത് ഒരുവിധ തന്ത്രം ഒളിഞ്ഞിരിക്കും. അതിനാൽ വിശ്വാസം വയ്ക്കുന്നതിന് മുമ്പ് ചോദിക്കുക, ഇത് സത്യമാണോ? അതോ ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കഥയാണോ? മനുഷ്യൻ സത്യത്തേക്കാൾ കഥകളെയാണ് പിന്തുടരുന്നത്. പക്ഷെ യഥാർത്ഥ ബുദ്ധി എന്ത് കേൾക്കണം, എന്ത് സംശയിക്കണം എന്ന് അറിയുന്നതിലാണ്. ഇനി കടക്കാം അടുത്ത അധ്യായത്തിലേക്ക്. ചാപ്റ്റർ 19. All together now. ഇപ്പോൾ എല്ലാം ഒന്നിച്ചാക്കാം. മുൻ അധ്യായങ്ങളിൽ നമ്മൾ പണം, മനസ്സ്, ഭാഗ്യം, തീരുമാനങ്ങൾ എല്ലാം വേർതിരിച്ചു കണ്ടു. ഇപ്പോൾ അവയെ ഒന്നായി ചേർക്കുന്ന സമയമാണ്. പണത്തിൻ്റെ യഥാർത്ഥ മനഃശാസ്ത്രം അക്കങ്ങളിലല്ല, അവയ്ക്ക് പിന്നിലെ മനുഷ്യ ജീവിതങ്ങളിലാണ്. ഒരു നല്ല ജീവിതമുണ്ടാക്കാൻ തന്ത്രം മതിയാകില്ല. തുല്യതയും മനസ്സിൻ്റെ ശാന്തിയുമാണ് വേണ്ടത്. മോർഗൻ ഹൗസൽ പറയുന്നു, നിങ്ങളുടെ ജീവിതം ഒരു എക്സൽ ഷീറ്റല്ല, അത് കഥകളുടെ, പിഴവുകളുടെ, ആഗ്രഹങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്. ഇതാ പണം, ജീവിതം, മനസ്സ് എല്ലാം ഒരുമിച്ച് ചിന്തിക്കേണ്ട 10 പ്രധാന പാഠങ്ങൾ. 1. മതിയാകുന്നത്ര ലഭിച്ചാൽ സംതൃപ്തരാകുക. അധികം നേടാനുള്ള ആഗ്രഹം ചിലപ്പോൾ സമാധാനം കവർന്നെടുക്കും. 2. താരതമ്യം ഒഴിവാക്കുക. മറ്റുള്ളവരുടെ ജീവിതം നോക്കി നിങ്ങളുടെ വഴി തെറ്റിക്കരുത്. അവർക്കും നിങ്ങളും ഒരുപോലെ സാഹചര്യങ്ങളും ഒരുപോലെ സാഹചര്യമില്ല. 3. സാധ്യതയും ഭാഗ്യവും തിരപസാധ്യതയും ഭാഗ്യവും തിരിച്ചറിയുക. ചില കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലില്ല, പക്ഷേ നിങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ കൈവശം തന്നെ. 4. മാർജിൻ ഓഫ് സേഫ്റ്റി പാലിക്കുക. പണം, സമയം, ആരോഗ്യത്തിൽ ഒരു സുരക്ഷാ പരിധി വേണം. അതാണ് ശാന്തിയുടെ ഉറവിടം. 5. സമയം നിങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപമാക്കുക. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ലാഭം സ്വതന്ത്രമായ സമയം. 6. ധൈര്യവും ക്ഷമയും ചേർന്നാൽ മാത്രമേ വളർച്ച സാധ്യമാകൂ. വിപണിയും ജീവിതവും ഒരുപോലെ. വേഗത്തിലോടുന്നവരെല്ലാം വിജയിക്കുന്നില്ല. 7. ചെറിയ സ്ഥിരത വലിയ ഫലങ്ങൾ നൽകും. ദിവസേന ചെറിയ നല്ല തീരുമാനങ്ങൾ വർഷങ്ങൾക്കു ശേഷം അത്ഭുത ഫലങ്ങൾ നൽകും. 8. മറ്റുള്ളവരെ സഹായിക്കുന്ന മനോഭാവം വികസിപ്പിക്കുക. പണം പങ്കുവെക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ മൂല്യം അനുഭവപ്പെടുന്നത്. 9. പണം നിങ്ങളെ നിയന്ത്രിക്കരുത്, നിങ്ങൾ പണത്തെ നിയന്ത്രിക്കുക. ജീവിതത്തിൻ്റെ ലക്ഷ്യം പണത്തിലാകാതിരിക്കുക. പണം ലക്ഷ്യത്തിലെത്താനുള്ള ഉപകരണം മാത്രമാണ്. 10.
നന്ദി പറയാനുള്ള മനസ്സ് വളർത്തുക. നന്ദിയുള്ള മനസ്സ് എല്ലാ സമ്പത്തിലും വലുതാണ്. അതാണ് യഥാർത്ഥ സമാധാനം നൽകുന്നത്. പണം സമ്പാദിക്കുന്നത് മാത്രമല്ല, അതിനെ മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ വിജയം. ജീവിതം, പണം, മനസ്സ് എല്ലാം ഒരുമിച്ച് ഹാരമണിയുമ്പോൾ മാത്രമേ സമാധാനമുണ്ടാകൂ. ഇനി കടക്കാം അവസാനത്തെ അധ്യായത്തിലേക്ക്. ചാപ്റ്റർ 20 കൺഫെഷൻ, സ്വീകാരങ്ങൾ. ഓരോ പുസ്തകത്തിനും ഒരു അവസാനമുണ്ട്. പക്ഷേ ഈ പുസ്തകം ഒരു അവസാനമല്ല, മറിച്ച് ഒരു ജീവിത ദർശനത്തിൻ്റെ ആരംഭമാണ്. മോർഗൻ ഹൗസിൽ തൻ്റെ അനുഭവങ്ങളിലൂടെയും പിഴവുകളിലൂടെയും ഈ പുസ്തകം എഴുതി. അദ്ദേഹത്തിൻ്റെ സ്വീകാരങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാമ്പത്തിക വിജയം ഒരു തന്ത്രമല്ല, അതൊരു മനോഭാവമാണ്. അദ്ദേഹം സമ്മതിക്കുന്നു, അദ്ദേഹം എല്ലായ്പ്പോഴും ബുദ്ധിമാനായ തീരുമാനങ്ങൾ എടുത്തില്ല. പക്ഷേ ഓരോ തെറ്റും അവനെ ഒരു പുതിയ പാഠം പഠിപ്പിച്ചു. സമ്പത്ത് എത്രയുണ്ടെന്നതല്ല പ്രധാനമായത്, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് യഥാർത്ഥ ബുദ്ധി. ജീവിതത്തിലെ പണം, വിജയം, സന്തോഷം എല്ലാം താൽക്കാലികമാണ്. പക്ഷേ മനസ്സിൻ്റെ സമാധാനം, അതാണ് നമ്മെ നിലനിർത്തുന്നത്. പുസ്തകത്തിൻ്റെ അവസാന പേജിൽ അദ്ദേഹം എഴുതുന്നു, നിങ്ങളുടെ ജീവിതം പണം കൊണ്ടളക്കരുത്. അത് അളക്കേണ്ടത് നിങ്ങൾ കൊടുക്കുന്ന സമാധാനം, ദയ, സ്നേഹം എന്നിവ കൊണ്ടാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വീകാരം. പണം നമ്മെ കൂടുതൽ മനുഷ്യരാക്കണം, മനുഷ്യരിൽ നിന്ന് അകറ്റരുത്. ഇത് വെറും പണത്തെക്കുറിച്ചുള്ള പുസ്തകമല്ല, മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള പഠനമാണ്. നാം പലപ്പോഴും പണം നേടിയെടുക്കാൻ എല്ലാം ചെയ്യുന്നവരാണ്. പക്ഷേ അതിനൊപ്പം നമ്മെ നഷ്ടപ്പെടുത്തുകയാണോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? മോർഗൻ ഹൗസൽ പറയുന്നത് പോലെ പണം സമ്പാദിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ അതിനെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുന്നത് ഒരു കലയാണ്. ആ കല ആരും പഠിപ്പിക്കില്ല, അത് ജീവിതം തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഓരോ ചെലവിലും ഓരോ തീരുമാനത്തിന് പിന്നിലും ഒരുപാട് കഥകളുണ്ട്. ഭയം, ആഗ്രഹം, അഭിമാനം, സംശയം, ഇതൊക്കെയാണ് പണത്തിൻ്റെ യഥാർത്ഥ മുഖം. പക്ഷേ അവസാനത്തിൽ നമ്മെ സംരക്ഷിക്കുന്നത് ബാങ്കിൽ കിടക്കുന്ന തുകകളല്ല, മനസ്സിലുള്ള സമാധാനമാണ്. ഇതാണ് ഈ പുസ്തകം നമ്മോട് പറയുന്നത്. പണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ, പക്ഷേ അത് നിങ്ങളുടെ ജീവിതമാകരുത്. ഓരോ രൂപയുടെ പിന്നിലും ഒരു മനോഭാവമുണ്ട്. നിങ്ങളുടെ മനോഭാവം ശരിയെങ്കിൽ പണം നിങ്ങളെ പിന്തുടരും. അതുതന്നെയാണ് ദ സൈക്കോളജി ഓഫ് മണി നമ്മെ പഠിപ്പിക്കുന്നത്. പണം, ജീവിതം, മനുഷ്യ മനസ്സ്, ഇതെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു ആത്മീയ പാഠം. ഈ ഓഡിയോ ബുക്ക് സമ്മറി കേട്ടതിന് നന്ദി. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രചോദനം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കോമെന്റ്, ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുസ്തകത്തിൽ വീണ്ടും കാണാം. നന്ദി.